നമസ്കാരം സാർ. ഇത് ഈ PW ഈ റോഡിൻ്റെ അധികാരികളോട് പറയുന്നത് എക്സിക്യൂട്ടീവ് മറ്റേ എഞ്ചിനീയർമാരോടും അധികാരികളോടാണ് സംസാരിക്കുന്നുള്ളത്. ഈ പിന്നെ പെർള ചെർക്കള റോഡ് ഹൈവേ റോഡാണ്. ഈ റോഡിൽ ഒരു 2 കൊല്ലമായി തോന്നുന്നു ഈ പണി നിർത്തിയിട്ട്. പണി ഫിനിഷാകുന്നതിന് മുന്നേ പണി നിർത്തി. അപ്പോൾ വേറെ ഈ പണി നിർത്തിയാൽ വേറെ ടെൻഡർ ഇതിനെടുക്കണ്ടേ? ടെൻഡർ വിളിച്ചിട്ട് വേറെ ആൾ കൊടുക്കണ്ടേ? ഇപ്പോൾ ഡബിൾ പണിയാണ്. എടുത്തതിനായിട്ട് ജാസ്തി പണിയായി. ആദ്യം 7 മീറ്ററാണ് ഉണ്ടായിരുന്നത്, പയ്യ 9 മീറ്ററിലേക്ക് എത്തി. എന്നിട്ട് പിന്നെ കാരണം ഈ ടെൻഡർ കാർഡ് നിർത്തി. രണ്ടാമത്തെ എന്താക്കി പറഞ്ഞാൽ പിന്നെ ഈ പണി ഫിനിഷാക്കാൻ പറ്റില്ല. ആദ്യം 2 കൊല്ലം എന്തായി ആ പണി നിർത്തിയിട്ട്. എന്നിട്ട് വേറെ ടെൻഡർ വിളിക്കണ്ടേ? വേറെ ടെൻഡർ വിളിച്ചിട്ട് വേറെ ആൾക്ക് കൊടുക്കണ്ടേ ഈ ടെൻഡർ? അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ നോക്ക്. എത്രയുടെ മയക്ക് പോണേ അറിയോ? മയക്ക് ഒരുപാട് ആൾ പോണിവിടെ. മൂന്നാളിപ്പോൾ ചില സമയത്ത് ലൈസൻസ് ഉണ്ടാവില്ല. ലൈസൻസ് ഇല്ലാതെ കൊണ്ട് ചില ആൾ പറയില്ല ഒരു ക്ലാസ്സില്ല വണ്ടിയിൽ. എത്രയോ ആൾ പോകണം, ഫാമിലി അടക്കം പോകുന്നു. വെള്ളം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കാണുന്നത്, വെള്ളം ഉണ്ടാകുമ്പോൾ കൊയ് കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ പെർള ചെർക്കള റോഡാണിത്. PW ഓഫീസർമാർ ഇത് വലിയൊരു തെറ്റ് ചെയ്ത്. കാരണം എന്താ പറഞ്ഞാൽ ടെൻഡർ ഒരാൾ ഫിനിഷ് ആവാതെ മതിയാക്കുമ്പോൾ വേറെ ആൾക്ക് ടെൻഡർ വിളിച്ച് കൊടുക്കണ്ടേ? കൊടുത്തെങ്കിൽ ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ടായിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് നല്ല ഫിനിഷ് ആക്കിയെങ്കിൽ നല്ല റെഡി ആയിട്ടില്ലേ? ഇപ്പോൾ എത്ര കൊയ്യുണ്ട്? ഏടെല്ലാം ഉണ്ട്. പെർള റോഡിൽ നിന്ന് ചെർക്കളം വരെയുള്ള ഇടയ്ക്ക് എത്ര കൊയ്യുണ്ട്? എത്ര ആൾ പോണ്? അപ്പോൾ ഇതിനുള്ള അധികാരികൾ ഇതിന് ഉടനെ ഇപ്പോൾ മായൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് മായൻ്റെ സ്പോട്ട് ഒപ്പടി വലിയ മായെല്ലാം കുറഞ്ഞ് ഉടനെ ഇതിനുള്ളൊരു സംവിധാനം നിങ്ങൾ ചെയ്യണം സാറേ. ഇത് വലിയ പ്രശ്നം വരുന്ന എത്ര ആൾ പോണേറോ? ഇത് അങ്ങോട്ടെല്ലാം കുറേ ഉണ്ട് വീഡിയോ എടുക്കാൻ, പക്ഷെ എടുക്കുന്നില്ല. ഞാൻ ഇത് ഈ പെർള ചെർക്കള റോഡിൻ്റെ ഇടയിൽ എത്ര കൊയ്യുണ്ടെന്ന് നിങ്ങൾ അധികാരികൾ വന്ന് നോക്കണം. ഏടെ കൊയ്യുണ്ട്, ഏടെ ബുദ്ധിമുട്ടുണ്ട്, ഏടെ ഇതാക്കുന്നത് നിങ്ങൾ ഇതിനുള്ളൊരു അധികാരികൾ വന്നിട്ട് നോക്കണം. നോക്കിയതാ ഇതാ ഇവിടെ നോക്കിയ ഇതിലെ കുട്ടികളെ ചെറിയ കുട്ടികൾ പോയെങ്കിൽ കാലിൻ്റെ ഉള്ളിൽ പോകും. ഇവിടെ എപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഇടനീര് പാലാണ്. മഠം അപ്പുറം മഠം, ഇത് കാസർഗോഡ് പോകുന്ന വഴി. പറഞ്ഞ് മനസ്സിലായോ? ഈ റോഡിൻ്റെ ഇടയിലുള്ള എത്ര കൊയ്യുണ്ട് പറഞ്ഞ ഒരുപാട് കൊയ്യുണ്ട്. അപ്പം നിങ്ങൾ ഇതിനുള്ള സംവിധാനം ചെയ്യണം സാർ. ഓക്കെ. കാസർഗോഡ് നിന്ന് ടി മുഹമ്മദ്.